സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ക്യാപ് സ്ലീവ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറ്. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ 4 മടക്കിയിടണേ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ താഴെ വശം മടക്കി അടിക്കാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക. അപ്പോൾ മടക്കി അടിക്കാനാണെങ്കിൽ 1 ഇഞ്ചൊക്കെ നമുക്ക് കൊടുത്താൽ മതി. സാരി ബ്ലൗസിന് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോഴത്തേനും നമ്മളിത് 1/2 ഇഞ്ചാണ് കൊടുക്കാറ്. എന്നിട്ട് അടിച്ച് തിരിക്കും, ലൈനിങ് വെച്ചിട്ട് അടിച്ച് തിരിക്കും. ഇനി ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൻ്റെ സ്ലീവൊക്കെ നമ്മൾ ചിലപ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഫോൾഡ് കൊടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മൾ ടോട്ടൽ ലെങ്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ ഈ 10.5 കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ താഴെ വശത്ത് സ്റ്റാർട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് എ എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ലെങ്ത് വന്നെടുത്ത് ബി എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബി എന്ന് പറയുന്ന ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൂസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വണ്ണം വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ജസ്റ്റ് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ ആ ബി എന്ന് പറഞ്ഞില്ല ആ പോയിൻ്റ്, അവിടെ നിന്നും ആ ലൈനിൽ തന്നെ 1 ഇഞ്ച് മാറ്റി ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കർവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പോയിൻ്റാണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു 7.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിൽ ലൂസ് ഉൾപ്പെടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ 7.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ചെന്ന് കിട്ടും. ഈ 6.5 ഇഞ്ചിൻ്റെ നേർ പകുതി 3.25 എന്നുള്ളതാണ് നമ്മളിവിടെ ക്യാപ്പ് ഹൈറ്റായിട്ട് കൊടുക്കുന്നത്. ക്യാപ്പ് ഹൈറ്റ് എന്നുള്ള മെഷർമെൻറ്റ് സ്ലീവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കയറിപ്പോയാലും പ്രശ്നമാണ്, ഒരുപാട് ഇറങ്ങിപ്പോയാലും പ്രശ്നമാണ്. 3.25 ക്യാപ്പ് ഹൈറ്റിനെ നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. അതേസമയത്ത് ക്യാപ്പ് ഹൈറ്റ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഡ്രസ്സിൽ ഒരുപാട് ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് ലെങ്തിൽ ഞാൻ ഈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നല്ല ആം ഹോൾ റൗണ്ടൊക്കെ വരുന്ന മെഷർമെൻറ്റ് ഒരു 21 സൈസൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് 4.25 വരും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി നമ്മൾ ക്യാപ്പിൻ്റെ വിട്ടായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആ 7.5 1 കുറച്ചിട്ടുള്ള 6.5 അതിവിടെ ക്യാപ്പ് ഹൈറ്റ് ലെങ്തിൽ വിട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ എഫ് എന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് എന്നുള്ള ലൈനിൽ ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ 3.25 എന്നുള്ളത്, ആ സെയിം മെഷർമെൻറ്റ് ഈ പറഞ്ഞ ഈ ക്യാപ്പ് വിത്തിൻ്റെ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതേ മെഷർമെൻറ്റ് മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 ഡോട്ട് നമ്മൾ ഇട്ടില്ലേ അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സെൻറ്റർ ഭാഗം ഏതാണെന്നുള്ളത് ഐഡിയ കിട്ടും. എന്നിട്ട് ഞാനിവിടെ താഴെ ആ പോയിന്റിൽ ജി എന്നും മുകളിലത്തെ ആ പോയിന്റിൽ എച്ച് എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബി എന്നുള്ള പോയിന്റും എഫ് എന്നുള്ള പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതായത് ആ സെൻറ്റർ ഭാഗവും ക്യാപ്പിൻ്റെ വിട്ടും തമ്മിൽ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു എക്സ് മാതിരി ഒരു ഇത് കിട്ടിയില്ലേ, ആ പോയിന്റിൽ നമ്മൾ ഐ എന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറയുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഐ എന്നുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ അവിടുന്ന് ടേപ്പിനെ വെച്ചിട്ട് കൃത്യം ഒരു 1/2 ഇഞ്ച് മേളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കുക. ആ പോയിന്റിലെ നമുക്ക് ജെ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതേപോലൊരു സ്കെയിൽ വെച്ചിട്ട് ആ ഡി എന്നുള്ള പോയിന്റിൽ നിന്നും ജെ എന്നുള്ള പോയിന്റിലേക്ക് കർവായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്കെയിലിനെ നേരെ തിരിക്കണം, കണ്ടോ? ഇതേപോലെ തിരിക്കണം. എന്നിട്ട് എഫ് എന്നുള്ള പോയിന്റിൽ നിന്നും ജെ എന്നുള്ള പോയിന്റിലേക്ക് ഇതേപോലെ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആ ജെ എന്നുള്ള പോയിൻറ്റിൻ്റെ അവിടെ ഷാർപ്പായതുപോലെയുണ്ട്, അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ മാർക്കിംഗ് എന്ന് പറയുന്നത്, സ്ലീവിൻ്റെ ബാക്കിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടാനായിട്ടുണ്ട്, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ടൈമിൽ ചെറിയൊരു കാര്യം കൂടെ ഞാൻ ചെയ്തോട്ടെ. എന്നാന്ന് വെച്ചാൽ സ്ലീവിൻ്റെ
സൈഡൊന്ന് മാർക്ക് ചെയ്യുവാണ്. അതായത് എഫ് എന്നുള്ള പോയിന്റിൽ നിന്ന് സി എന്നുള്ള പോയിന്റിലേക്ക് നമ്മളൊരു കേർവ് സ്കെയില് ഉപയോഗിച്ചിട്ട് ഷേപ്പിന് വരച്ചു കൊടുക്കാം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. ആം ഹോളിൻ്റെ ആ തയ്യൽ വരുന്നിടത്ത് കൂടെ നമ്മൾ ടേപ്പിനെ മൂവ് ചെയ്ത് നമ്മൾ ആ 7.5 ഇഞ്ചാണല്ലോ ബോഡിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതേ 7.5 ഇഞ്ച് ഇവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ബാക്കി ചെയ്യാം. ഇവിടെ എനിക്ക് 7.5 ഇഞ്ച് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ താഴെ മാർക്ക് ചെയ്തല്ലോ, അതേപോലെ തന്നെ മേളിലും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ സൈഡ് സ്റ്റിച്ച് കൊടുക്കുന്ന അതേപോലെ തന്നെ സൈഡിലേക്കും കേർവ് ചെയ്ത് കൊടുത്തിട്ട് വരച്ചെടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൈ ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ ഫിറ്റിങ് നല്ലത് ഇങ്ങനെ കേർവ് എടുക്കുന്നതാണ്. എന്നിട്ടുണ്ടല്ലോ ഈ എഫ് എന്നുള്ള ഒരു പോയിന്റ് ഇല്ലേ, അവിടുന്ന് ഞാൻ എങ്ങനെയാണ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. സ്ട്രെയിറ്റ് അല്ല, ഒരു ലൈറ്റായിട്ടൊരു കേർവ് പോലെയാണ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടാനുള്ളത് കൊടുക്കാം. അതായത് ആ ജെ എന്നുള്ള പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്നും നമ്മൾ ബോഡി പീസിൽ എന്തോരമാണ് കുഴിച്ച് വെട്ടിയേക്കുന്നത് അത്രയും തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 3/4 ഇഞ്ചാണ് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ആ 3/4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് മതി ഇവിടെയും കുഴിച്ച് വെട്ടാനായിട്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് പോലെ മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഇപ്പോൾ ഈ ഉള്ളിലേക്കായിട്ട് വരച്ച ആ മാർക്കിങ്ങും ബി എന്നുള്ള മാർക്കിങ്ങും തമ്മിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ സ്കെയിലിനെ നേരെ തിരിച്ചിട്ട് എഫ് എന്നുള്ള ആ പോയിൻറ്റും ഈ പറഞ്ഞ അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റും തമ്മിൽ വീണ്ടും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള മെഷർമെൻ്റ് അല്ല, മാർക്കിങ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചുരിദാറിൻ്റെ ആണെങ്കിലും ബ്ലൗസിൻ്റെ ആണെങ്കിലും ഒക്കെ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 21 ഇഞ്ച് ആം ഹോൾ സൈസ് വരുന്ന ഒരാൾ 4.25 നമുക്ക് ക്യാപ്പ് ഹൈറ്റ് വരുവാണ്. അയാൾ പറയുകയാണ് അയാൾക്ക് 3 ഇഞ്ച് ലെങ്ത് മതി, സ്ലീവിൻ്റെ ലെങ്ത് മതി എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. അത് നമുക്കൊരു ക്യാപ്പ് ഹൈറ്റിൻ്റെ രീതിയിലേക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.